ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ലക്ഷറി വില്ലയാണ്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് അടുത്തായിട്ടാണ്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന നൈപുണ്യ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്ന് കറക്റ്റ് 4 കിലോമീറ്റേഴ്സ് ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. സൺറൈസ് ഹോസ്പിറ്റലും സീപോർട്ട് എയർപോർട്ട് റോഡിൽ തന്നെയാണ്. 5.5 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 5.3 കിലോമീറ്റേഴ്സ്. നമുക്ക് കാക്കനാട് കളക്ടറേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീടിന്റെ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ 5.2 കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു വീട്ടിൽ നിന്നും കളക്ടറേറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 10 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിലേക്ക് വെറും 4.9 കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. തൊട്ടടുത്ത് നിങ്ങൾ മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ 2 എണ്ണമാണ് നിങ്ങൾക്ക് അടുത്ത് വരുന്നത്. കുസാറ്റ് മെട്രോ സ്റ്റേഷനും അതുപോലെ തന്നെ ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് വെറും 7 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്താവുന്നതാണ്. അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷനും ഈസി ആയിട്ട് എത്താം. ആലുവയിൽ തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഭംഗിയായിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. 6.5 സെന്റ് ലാൻഡിൽ 3250 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന് ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് തന്നെ ആദ്യം നോക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ടാർ റോഡാണ് ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ഗേറ്റ് കൂടാതെ തന്നെ നമുക്ക് നടന്ന് കയറണമെങ്കിൽ ഒരു ചെറിയ ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. മതിലിന്റെയും ഗേറ്റിന്റെയും ഒക്കെ ആ പെയിന്റുകളുടെ കോമ്പിനേഷൻ നോക്കിയാൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മതിൽ നല്ല ഡിസൈനിൽ കൊടുത്തിട്ട് എല്ലാ പില്ലറുകളിലും വന്നിട്ട് ഭംഗിയായിട്ടാണ് ഷോ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ എൻട്രി ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നേരെ എൻട്രി ചെയ്യുന്ന സമയത്ത് കാർ പോർഷന്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നല്ല ഡിസൈനിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മുറ്റത്തും മുകളിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ്സ് ആണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ കാർ പോർച്ച് കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രെയിറ്റ് വരികയാണെങ്കിൽ നമുക്ക് 2 കാറുകൾക്ക് നേരെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടുത്തെ കാർ പോർച്ചിനകത്ത് കിട്ടുന്നത്. കാർ പോർച്ചിന്റെ ഡിസൈനുകളൊക്കെ മുകളിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കാർ പോർച്ചിന്റെ ആ ഒരു മെയിൻ ആ ഒരു വോള് നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള നമുക്ക് ആ ഒരു 3D ഫിനിഷോട് കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റോണുകളാണ് വിരിച്ചിരിക്കുന്നത്. വിൻഡോസ് കാണാം. അതിന് സൈഡിലായിട്ട് നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വീടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് നമുക്കൊന്ന് നോക്കാം. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിണർ കൂടി കാണാൻ പറ്റുന്നുണ്ട്. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് നമുക്കത് കിണറാണെന്ന് തോന്നാത്ത രീതിയിൽ ഭംഗിയായിട്ടാണ് അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. അവിടെയും നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വലിയ പെബിൾസ് ഒക്കെ വിരിച്ചിട്ട് ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ്. ഈ കാണുന്ന ഏരിയകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കോർട്ട്യാർഡ് കിട്ടുന്നത്. വീടിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് കോർട്ട്യാർഡ് നമുക്ക് കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. 3-4 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിന്റെ നേരെ റൂഫ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം. ഭംഗിയായിട്ടുള്ള LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ റൂഫ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് കാർ പോർച്ചിന്റെ അങ്ങോട്ട് നമുക്ക് പോകുന്നത്. അവിടെ നോക്കിയാലും കാണാൻ നിറയെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡൻ ഐറ്റംസ് എല്ലാം നോക്കുവാണെങ്കിൽ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് നോർത്ത് ഫേസിങ് വടക്കോട്ട് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫിംഗർ പ്രിന്റ് ഓപ്പറേറ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ ഡോർ ലോക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾ നിറയെ പ്ലാന്റ്സ് കണ്ടിരുന്നു. പ്ലാന്റ്സ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം വെച്ചിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കാം.
മെയിൻ ഡോർ തുറന്ന് നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. സ്ട്രെയിറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവായ രീതിയിലുമാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് TV വെക്കാനുള്ള ബോർഡ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിലാണ് ഗോൾഡൻ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഡ്രോസ് ഒക്കെ ആയിട്ട് കബോർഡുകൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു ടഫന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്ന ഏരിയ കാണാം. അത് തന്നെ നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് അകത്ത് കടക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഈ ഭാഗത്തായിട്ട് രണ്ട് ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസും കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് മനോഹരമായ ഒരു കാഴ്ച ഗ്ലാസ്സിൽ ഇവിടെ കാണാം. നമ്മളുടെ ഓപ്പൺ കോർട്ട്യാർഡിൽ വരുന്ന കാഴ്ചകളാണ്. നമുക്ക് കോർട്ട്യാർഡിനകത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. ബാക്കിയുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 4 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല നീളവും വീതിയുള്ള ഭംഗിയുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിനകത്ത് വൈറ്റ് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ മിഡിൽ പോർഷനിലായിട്ട് നമുക്കൊരു ഫാൻ ഫിറ്റിംഗ് കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലെ പോർഷൻ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ ഔട്ടർ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും ചെറിയ LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഇതുപോലൊരു പാർട്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ വുഡൻ ഐറ്റംസ് എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് നിങ്ങളൊന്ന് കണ്ടോളൂ. വളരെ മനോഹരമായിട്ടാണ് സ്റ്റെയർ കേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഹാൻഡ് റെയിൽസും അതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഒക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ വലിയ പെബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് തൊട്ടടുത്തായിട്ടൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ആ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ആ ഒരു ക്ലാഡിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെ, വലിയൊരു ഷാൻലിയർ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാൽ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുന്ന ഭംഗിയുള്ളൊരു ഷാൻലിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. ഏകദേശം 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തും ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറിൽ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു മിറർ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫുൾ കവർ ചെയ്യാവുന്ന വലിയൊരു മിറർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ നോക്കിക്കോളും നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു കട്ടിങ് വരുന്നതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡൈനിങ് ഹാളിന്റെ മുകളിൽ നോക്കിയാലും വലിയൊരു ഭംഗിയുള്ള ഷാൻലിയർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ നമുക്ക് സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന വലിയൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സേഫ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് കോർട്ട്യാർഡിലേക്കാണ്. വളരെ വലിയൊരു കോർട്ട്യാർഡ് തന്നെ നമുക്ക് ഇവിടെ ലെങ്തി ആയിട്ടാണ് കിട്ടുന്നത്. വാട്ടർ ഫോളിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിറയെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഡെയിലി വെള്ളം കിട്ടി നല്ല തഴച്ചു വളരാനുള്ള അറ്റ്മോസ്ഫിയറും കൂടിയാണ്. ഈ കാണുന്ന ഏരിയയിൽ നോക്കുമ്പോൾ വെള്ളം ഫോൾ ചെയ്യുന്ന ആ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. സൈഡിലെല്ലാം തന്നെ ജാളി വർക്കാണ്. റൂഫ് ഒക്കെ കവർ ചെയ്ത് നല്ല വൈബുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഓപ്പൺ കിച്ചന്റെ എൻട്രൻസ് നോക്കുവാണെങ്കിൽ ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വുഡൻ ആയിട്ടാണ്. അതിന്റെ താഴെയുള്ള ഭാഗം പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചന്റെ അകത്ത് കിട്ടുന്നത്. കിച്ചന്റെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയ കബോർഡുകളാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ ഇവിടെ കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലും എല്ലാം തന്നെ ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് പോർഷനിൽ നമുക്ക് ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. മൈക്രോവേവ് അവനൊക്കെ വെക്കാനായിട്ട് ഇവിടെ തന്നെ നമുക്ക് അതിന്റെ ഒരു പോയിന്റുകളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ഷെൽഫുകളാണ്. അതിനിടയിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഫ്രിഡ്ജ് വെക്കാനായിട്ടാണ് നല്ല സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അതിന് തൊട്ടടുത്തുള്ള ഈ ഒരു ഭാഗത്ത് നോക്കിയാലും ഡബിൾ ഡോറുകളായിട്ടാണ് നമുക്ക് ഷെൽഫ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന നല്ല ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ ഷെയ്ഡും ഓപ്പോസിറ്റ് സൈഡ് വരുന്നിടത്ത് ഗ്രീൻ ഷെയ്ഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ എവിടെ നോക്കിയാലും നിറയെ ക്യാബിനറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളുടെ വീട്ടിൽ നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആവശ്യമാണ് കിച്ചണിൽ എത്ര സ്പേസ് ഉണ്ടെങ്കിലും സാധനങ്ങൾ വയ്ക്കാൻ നമുക്ക് സ്ഥലം തികയാത്തത്. ആ ഒരു കുറവ് എന്തായാലും ഇവിടെ പരിഹരിച്ചിട്ടുണ്ട്. മുകളിലെ ലെയറിലും താഴെ ഒരു ലെയറിലും കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസും വൈറ്റ് തന്നെയാണ്. 3 വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തും കോർണർ പോർഷനിലായിട്ട് 2 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിലും സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. LED ബൾബുകളും ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. നമ്മൾ ഈ കിച്ചണിന്റെ ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പോലെ തന്നെയാണ് 2 ലെയറുകളിലായിട്ട് നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. ടോപ്പ് സ്ലാബ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സിങ്കും പൈപ്പ് കണക്ഷനും ഉണ്ട്. നമുക്ക് 2 സൈഡിലേക്കും തുറന്നിറങ്ങാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സെർവന്റ് ബാത്റൂം കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കുറച്ച് വർക്കുകളും കൂടെ നമുക്ക് അവിടെ പെയിന്റിംഗ് കൊണ്ട് ബാക്കിയെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കിയാൽ കാണും ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡ് കാണുന്ന വോളുകൾ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഇവിടെ പോലും വർക്ക് ഏരിയ സ്പേസ് അത് സെക്കൻഡ് കിച്ചൺ ആണെങ്കിൽ പോലും അവിടെയും ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്കൊരു ഷെൽഫ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വാഷ് ഏരിയയുടെ 2 സൈഡിലും ആയിട്ടാണ് ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിന്റെയാണ് ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കിക്കോളൂ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോപ്പർ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. മിററൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് 3 മിറർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ഈ ഒരു പീസ് ഒക്കെ വന്നിട്ട് ഗ്രാനൈറ്റിൽ ചെയ്തിട്ട് താഴെയെല്ലാം നിറയെ കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള 1ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിന്റെ ഡോറുകളുടെ പാറ്റേൺ നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ള ഈ ഒരു ഡിസൈനിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബെഡ്റൂമിന് നേരെ വരുമ്പോൾ വിൻഡോസ് കാണാം. 2 സൈഡിലായിട്ടും നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡും വുഡൻ കോമ്പിനേഷനും കൂടെ വരുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ഈ വാർഡ്രോബ്സ് ഇവിടെ കാണാൻ പറ്റുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ചുറ്റിനും പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ട് LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് മിഡിൽ പോർഷൻ ആയിട്ടൊരു ഫാൻ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡോറിന്റെ ബാക്ക് സൈഡിൽ ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നത്. ബാത്റൂമിനകത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ടൈലുകൾ വന്നിട്ട് നല്ല ഡിസൈനോട് കൂടി ഒരു ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ടൈലുകൾ വരുന്നത്. നോക്കിയാൽ കാണും ജാഗ്വാറിനെയാണ് ഫിറ്റിംഗ് വരുന്നത്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ആണ്. വാഷ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വിൻഡോസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെയും വലിയ വിൻഡോസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വിൻഡോസിന്റെ 2 ഭാഗത്തും മുകളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ വാർഡ്രോബുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിന് വളരെ ഭംഗിയായിട്ടാണ് വാർഡ്രോബുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ സൈഡിലും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം മോഡലിൽ തന്നെ മുകൾ ഭാഗത്തും താഴെയും ഈ കാണുന്ന ചെറിയ ഏരിയകളിലെല്ലാം തന്നെ നിറയെ ഡ്രോസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. വിൻഡോയുടെ ഈ ഒരു ഭാഗത്തിന് വിൻഡോ ബേ ഫെസിലിറ്റി പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് കുഷൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 സൈഡ് ടേബിളുകൾ കിട്ടുന്നുണ്ട്. വോള് കംപ്ലീറ്റ് ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് തന്നെ സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും അതുപോലെ ഫാൻ ഫിറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ബാത്റൂം മനസ്സിലാവില്ല, ബിക്കോസ് ഇതിന് സെയിം വോള് പോലെ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ബാത്റൂമിന് വേണ്ടിയിട്ട് വേറെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അത് തുടർന്ന് നമ്മൾ ചെല്ലുന്നത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. ജഗ്വാറിന്റെ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ഭംഗിയുള്ള ടൈലാണ് ഇവിടെയും സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലാൻഡിംഗിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു വോളിന്റെ രണ്ട് പോർഷൻ മുകളിലും താഴെയും നോക്കിയാൽ കാണാൻ കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വെളിച്ചം അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് വരുന്നുണ്ട്. താഴെ രണ്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് നമ്മൾ കയറി മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു വോൾ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള നല്ല പ്രൊജക്ഷൻ വരുന്ന 3D മോഡലിലുള്ള ക്ലാഡിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന വലിയൊരു ഷാൻഡിലിയർ കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. അതിന് മുകളിൽ നോക്കിയാൽ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കൈ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും തന്നെ കാണാൻ പറ്റുന്നുണ്ട്. താഴെ നിന്നുള്ള ഹാൻഡ് റൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരെയാണ് വന്ന് സ്റ്റോപ്പ് ആയി നിൽക്കുന്നത്. നേരെ നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ഇവിടുത്തെ ഹാള് വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കിയുള്ള ഏരിയകൾ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് TV യൂണിറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വലിയ ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ആ ഒരു സൈഡ് നിങ്ങൾ നോക്കിയാൽ കാണാം നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ രണ്ട് പ്ലാന്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സീറ്റിംഗിന്റെ താഴെ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു കുഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കാനുള്ള പർപ്പസിനും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയ സൈഡ് ടേബിൾ വിത്ത് ഡ്രോയോടുകൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ചെറിയ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും സ്പോട്ട് ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഒരു വലിയ ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ഇട്ട് ഫിക്സഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് വിസിബിൾ ആയ രീതിയിലാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് ഇങ്ങനെ ലെങ്തി ആയിട്ടും സ്ട്രെയിറ്റ് അങ്ങോട്ടേക്കുമാണ് ബാൽക്കണി വരുന്നത്. ഈ കാണുന്ന പോർഷൻസിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കിയാൽ കാണാം, എവിടെ നോക്കിയാലും നല്ല ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ ആണ്. നിറയെ പ്ലാന്റ്സ് ആണ് ഇവിടെ എല്ലാം തന്നെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡ് നോക്കിയാലും എന്റെ സൈഡ് നോക്കിയാലും നിങ്ങൾക്ക് കാണാം നിറയെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കിക്കോളൂ, ടെക്സ്റ്റൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇതുപോലെ വലിയൊരു സ്പേസ് കെട്ടിയുണ്ടാക്കിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് ഇട്ടിട്ട് അതിനുള്ളിൽ വലിയൊരു മനോഹരമായ ഒരു ട്രീ ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ട് ട്രീക്ക് വളർന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. അവിടെ ചെറിയ ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എങ്കിലും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും റൂഫിൽ കംപ്ലീറ്റ് പാനലിംഗ് വർക്കുകളും സ്പോട്ട് ലൈറ്റുകളുമാണ്. ഇവിടെയും നമുക്ക് ചെറിയൊരു ഗ്രില്ല് ഫെസിലിറ്റി കൊടുത്തിട്ട് ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് സ്കൈ വിസിബിൾ ആണ്. ഈ കാണുന്ന ഏരിയ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിറയെ പ്ലാന്റ്സ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മളിപ്പോ കണ്ടു. അതിനുശേഷം ഈ ഭാഗത്ത് നമുക്ക് വലിയൊരു ഹാള് തന്നെയാണ് കിട്ടുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഹാളിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഫാൻ ഫിറ്റിംഗും കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിയാലും കാണാം നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ആദ്യത്തെ ഡോർ ഇതാണ്. ഇവിടുത്തെ ഡോറുകളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, ഭയങ്കര ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ നോർമലി കാണുന്ന വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ഹൈറ്റിലാണ് ഇതിന്റെ കട്ടിളപ്പടി എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫസ്റ്റ് ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു റീഡിംഗ് റൂമിലേക്കാണ്. നമുക്ക് റീഡിംഗ് റൂമായിട്ടോ അത്യാവശ്യം വന്നാൽ ഗസ്റ്റിന് ബെഡ്റൂം ആയിട്ടോ അത് യൂസ് ചെയ്യാവുന്നതാണ്. റീഡിംഗ് റൂമിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡിംഗ് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും അതല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരുന്ന പഠിക്കാനുള്ള ബുക്സ് വെക്കാനൊക്കെ നല്ലൊരു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയും ഡ്രോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകൾ കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റും LED ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നൊരു ചെറിയ സ്പേസ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് വരുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റഡി റൂം ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനും കൂടി ഇവിടെ ഒരു ചെറിയ അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്.
വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ളതും ഇലക്ട്രിക് കണക്ഷൻസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളാണ് നമുക്കിനി കാണാനുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. താഴെ കണ്ട 2 ബെഡ്റൂമുകൾ പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ആയിട്ട് വലിയൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഈ ബാക്കി കാണുന്ന വലിയ ഓപ്പണിംഗ് ക്ലോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഡോർ തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് കിട്ടുന്നത്. അവിടെയും കംപ്ലീറ്റ് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളറിലാണ് അതിന്റെ ഹാൻഡിൽസും അതുപോലെ ബാക്കി ഔട്ടർ പോർഷൻസ് ഒക്കെ വുഡൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും പാനലിംഗ് വർക്ക്സും ഒക്കെയാണ് വരുന്നത്. ഈ ഭാഗത്ത് കാണുന്ന വോള് വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡ് ടേബിൾ നമുക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വലിയൊരു മിററും ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ബാത്റൂം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാത്ത രീതിയിൽ ഇതുപോലെ ഈ ഒരു പാനലിങ്ങിന്റെ ഉള്ളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളർ ടൈലാണ് ബാത്റൂമിനകത്തെല്ലാം തന്നെ വരുന്നത്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കഴിഞ്ഞ് ഫൈനലി നമ്മൾ ഇനി 4th ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ബെഡ്റൂമുകളിലേക്കുള്ള ഒരു എൻട്രി ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമിൽ വരുന്ന സമയത്ത് ഇത് അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ കളർ ടൈലുകൾ തന്നെയാണ് മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ റൂമിൽ നിന്ന് കൂടി ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ എൻട്രി വരുന്നുണ്ട്. അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോർ ഉണ്ട്. ഇത് തുറന്നാലും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. നമ്മുടെ മെയിൻ ബാൽക്കണിയുടെ തന്നെ ഒരു പോർഷൻ ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നുകൂടി അവിടേക്ക് എൻട്രി കിട്ടുന്നുണ്ട്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ടത് ഒരു ലക്ഷറി വില്ല തന്നെയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും 4 കിലോമീറ്റർ മാറിയിട്ടാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂൾ എല്ലാവർക്കും അറിയാം. അവിടെ നിന്നും വെറും 4 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. സൺറൈസ് ഹോസ്പിറ്റലിലേക്ക്, ഇൻഫോ പാർക്കിലേക്ക്, കളക്ടറേറ്റിലേക്കൊക്കെ ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ ഭാഗത്തേക്കും ഇടപ്പള്ളി, എയർപോർട്ട്, ആലുവ, എറണാകുളം എല്ലാ സൈഡിലേക്കും ഈസി ആക്സസ് ആണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ളത്. നിങ്ങളൊരു ലക്ഷറി വീട് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീട്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 3250 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. അതുകൂടാതെ നമുക്ക് ഇതിന് താഴെ എക്സ്ട്രാ ഒരു സെർവന്റ് ബാത്റൂം കൂടി വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലാൻഡ് അളവ് ഒന്നുകൂടെ പറയാം. 6.5 സെന്റ് ലാൻഡിൽ 3250 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 2,48,00,000 രൂപയാണ്. 2.48 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങളിത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതുകൂടി നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.